Divisional Accountant Officer, Part 8, Important One-Word Questions. From Journal and Subsidiary Books, Chapter-wise Questions and Answers. Question number 147. For recording business transaction in the books of accounts, the process of collecting relevant documents is known as. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഡോക്യുമെൻ്റ് എന്താണെന്നാണ് ആൻസർ വരുന്നത്. സോഴ്സ് ഓഫ് ഡോക്യുമെൻ്റ് ആണ്. കളക്ട് ചെയ്ത് റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്തൊരു ട്രാൻസാക്ഷൻ ബുക്സിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ആ ഡോക്യുമെൻറ്റിന് പറയുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെൻ്റ് ആണ് അതിൻ്റെ ആൻസർ. സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ് ട്രാൻസാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫർമേഷൻസ് ആണ്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ റെസീപ്റ്റ്സ് വരുന്നുണ്ട്, ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് കിട്ടുന്നുണ്ട്, അതും ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. എംപ്ലോയീസിന് ഓർഗനൈസേഷനിൽ സാലറി കൊടുക്കുമ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, പേറോൾ എന്ന് പറയും, പേറോൾ റിപ്പോർട്ട്. അപ്പോൾ പേറോൾ ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഡെബിറ്റ് നോട്ട്, ഇപ്പോൾ ഒരു പർച്ചേസ് റിട്ടേൺ നടക്കുമ്പോൾ അവിടെ ഒരു ഡെബിറ്റ് നോട്ട് എഴുതുന്നുണ്ട്, അതൊരു സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. ഡെബിറ്റ് നോട്ട് പോലെ ക്രെഡിറ്റ് നോട്ട്, ഒരു സെയിൽസ് റിട്ടേൺ നടക്കുമ്പോൾ അവിടെ ഒരു ക്രെഡിറ്റ് നോട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട്, അതും ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 148. വാട്ട് ആർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിലുള്ളതൊക്കെ തന്നെയാണ്. ഡോക്യുമെൻറ്റ്സ് സച്ച് എസ് ബിൽ, വൗച്ചേഴ്സ്, റെസീപ്റ്റ്സ്, കൗണ്ടർ ഫോളിയോ എക്സെട്ര. ഇതിൽ നമുക്ക് കൗണ്ടർ ഫോളിയോ മാത്രമാണ് ജസ്റ്റ് പറയേണ്ടത്. കൗണ്ടർ ഫോളിയോ എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റൽ ഓർഡറൊക്കെ നമുക്ക് റിസീവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ചെക്ക് റിസീപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരുന്നവർക്ക് കുറേ നമുക്ക് റിസീവ് ചെയ്യുന്ന ഓർഡേഴ്സൊക്കെ റിസീവ് ചെയ്യുമ്പോൾ പോസ്റ്റൽ വഴിയും ചെക്ക് റിസീവ് ചെയ്യുന്ന വഴിക്കുമൊക്കെ നമുക്ക് കുറേ റെസീപ്റ്റ്സ് കിട്ടും. അത് നമ്മൾ ഡിറ്റാച്ച് ചെയ്ത് വെക്കുന്നതിനെ പറയുന്നതാണ് കൗണ്ടർ ഫോളിയോ എന്ന്. അപ്പോൾ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ബിൽസ് വരാം, വൗച്ചർ വരാം, റെസീപ്റ്റ്സ് വരാം, കൗണ്ടർ ഫോളിയോ വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 149. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ ഇക്വാലിറ്റി ഓഫ് ഡെറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓർ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ. അപ്പം ഇത് നമുക്കൊരു മീനിങ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതൊരു ഇക്വേഷനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അസറ്റ് ഈസ് ഇക്വൽ ടു ഇക്വിറ്റീസ് എന്ന് പറയുമ്പം ബോത്ത് ഓണേഴ്സ് ഇക്വിറ്റീസും വരും, ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റീസും വരും. അസറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ അസറ്റ് എന്ന് പറയുമ്പോൾ ബോത്ത് ക്രെഡിറ്റേഴ്സിൻ്റെയും വരും, ഓണേഴ്സിൻ്റെയും വരും. അപ്പം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അസറ്റ് ഈസ് ഇക്വൽ ടു ഇക്വിറ്റീസ് ആണ്. ഇക്വേഷൻ ഷോസ് ദ ഇക്വാലിറ്റി ഓഫ് ഡെറ്റ് ആൻഡ് ക്രെഡിറ്റ്. കടത്തിൻ്റെയും ഓണേഴ്സ് ഇക്വിറ്റീസിൻ്റെയും ഒരു ഈക്വലായിട്ട് വരുന്നതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷനകത്ത് നമുക്ക് 3 എലമെൻറ്റ്സ് ആണ് വരുന്നത്. അസറ്റ് വരുന്നുണ്ട്, ലൈബിലിറ്റി വരുന്നുണ്ട്, ക്യാപിറ്റൽ വരുന്നുണ്ട്. അപ്പം അസറ്റ് ഈസ് ഇക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്നാണ് പറയുന്നത്. അസറ്റ് എന്ന് പറയുമ്പം ഒരു കമ്പനി സ്വന്തമായി ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന തിങ്സ് ഓഫ് വാല്യൂ ദാറ്റ് എ ബിസിനസ് ഓൺ. അപ്പം ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ട് വാല്യൂ ഉള്ള ഐറ്റംസിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. ലൈബിലിറ്റി എന്ന് പറയുന്നത് ദ ക്ലെയിം ആണ്, ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ടത് ദ ക്ലെയിം ഓഫ് ദി ക്രെഡിറ്റേഴ്സ് എഗൻസ്റ്റ് ദോസ് അസറ്റ്. അപ്പം നമ്മൾ ചില സാധനങ്ങൾ ക്ലെയിം ചെയ്ത് ലൈബിലിറ്റി കടത്തിനായിരിക്കും വാങ്ങിച്ച് വെക്കുന്നത്, അതിനെയാണ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ എലമെൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ക്യാപിറ്റൽ നമുക്കറിയാം ഓണേഴ്സിൻ്റെ സ്വന്തം പൈസ ആയിരിക്കും. ഓണേഴ്സ് ഹാസ് ദ ക്ലെയിം എഗൻസ്റ്റ് റിമൈനിങ് പോർഷൻ ഓഫ് ദാറ്റ് ക്യാപിറ്റൽ, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എലമെൻറ്റും ഉണ്ട്. അപ്പം ബേസിക് ആയിട്ട് അസറ്റിൻ്റെ ഇക്വേഷനിൽ, അക്കൗണ്ടിങ് ഇക്വേഷനിൽ അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. 3 ബേസിക് എലമെൻ്റ് ആണ് മെയിനായിട്ട് ഒരു അക്കൗണ്ടിങ് ഇക്വേഷനകത്ത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 150. ദ പ്രൊപ്പറേറ്റേഴ്സ് ഓൺഡ് ബൈ എ ബിസിനസ് ആർ കാൾഡ് അസറ്റ്. ദ റൈറ്റ് ടു ദ പ്രൊപ്പറേറ്റർ ആർ കാൾഡ് ഡാഷ്. അതിൻ്റെ ആൻസർ വരുന്നത് ഒരു പ്രൊപ്പറേറ്ററിൻ്റെ ഓൺ അസറ്റ്സിനെ പറയുന്നത് ഇക്വിറ്റീസ് എന്നാണ്. അപ്പം ഓണേഴ്സ് ഇക്വിറ്റി, പ്രൊപ്പറേറ്റർ മീൻസ് ഓണർ തന്നെയാണ്. സോ ഓണേഴ്സ് ഇക്വിറ്റി, സോ ഇക്വിറ്റിയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
151 ദ ടൈപ്പ് ഓഫ് ഇക്വിറ്റീസ്. എത്ര ടൈപ്പ് ഇക്വിറ്റീസ് ഉണ്ടെന്നാണ് 151ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം ടൈപ്പ് ഓഫ് ഇക്വിറ്റീസ് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടൈപ്പ് ഇക്വിറ്റീസ് ആണുള്ളത്. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി ഉണ്ട്, ഓണേഴ്സ് ഇക്വിറ്റിയും ഉണ്ട്. അപ്പം ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ലൈബിലിറ്റി ഓഫ് എ കമ്പനി ഓൺ ടു ദ ക്രെഡിറ്റർ ഇറ്റ്സ് ഓൾസോ കാൾഡ് ടോട്ടൽ ലൈബിലിറ്റി. അതായത് എത്രത്തോളം ലൈബിലിറ്റി നമുക്ക് കൊടുത്തു തീർക്കാനുണ്ട് അതിനെയാണ് ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ നമ്മുടെ സ്വന്തം ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത് നമുക്കൊരു ഇക്വിറ്റി തന്നെയാണ്, പക്ഷേ അതൊരു കടമാണ്, ലൈബിലിറ്റിയാണ്. സോ ഇറ്റ് ഈസ് കാൾഡ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി നമുക്ക് എപ്പോഴും റീപേ ചെയ്യേണ്ടി വരും. അതൊരു റീപേയബിൾ ഇൻ നേച്ചർ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഓണേഴ്സ് ഇക്വിറ്റിയാണ്. ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുമ്പം ദ എമൗണ്ട് ഓഫ് മണി ഓണേഴ്സ് ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ് ആഫ്റ്റർ സബ്സ്ട്രാക്റ്റിംഗ് എനി ഡെറ്റ്. കടങ്ങളെല്ലാം കുറച്ച് ഒരു ഓണർ, ഒരു പ്രൊപ്പറേറ്റർ സ്വന്തമായി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ അതിനെ ആർക്കും കൊടുത്തു തീർക്കാനില്ല, ആരോടും അതിന് നമുക്ക് ബാധ്യതയില്ലാത്ത എമൗണ്ടിനെയാണ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 152. ഇക്വിറ്റീസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ബീയിങ് ഡെബിറ്റ് ഓഫ് ദ ബിസിനസ് ഈസ് കാൾഡ് ഡാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി. അപ്പം ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റീസിൻ്റെ വേറൊരു പേരിലൂടെ നമ്മൾ പറയുമെന്ന് പറഞ്ഞു ടോട്ടൽ ലൈബിലിറ്റി ആണ്. ഈസ് ഓൾസോ നോൺ ആസ് ടോട്ടൽ ലൈബിലിറ്റി. സോ ദ ഇക്വിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് ബീയിങ് ഡെബിറ്റഡ് ടു ദ ബിസിനസ് ഈസ് കാൾഡ് ലൈബിലിറ്റി. അതൊരു ലൈബിലിറ്റി ആയിട്ടാണ്. നമ്മൾ പുറത്തുനിന്ന് ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് സാധനം കടത്തിന് വാങ്ങിച്ചു വയ്ക്കുന്നത് നമുക്ക് എന്താണ്, ഈസ് കോൾഡ് ലൈബിലിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 153. ദ ഇക്വിറ്റി ഓഫ് ഓണർ ഈസ് കോൾഡ് ഡാഷ്. അതും നമ്മൾ പറഞ്ഞതാണ്. ഒരു ഓണറുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണേഴ്സ് ഇക്വിറ്റി അഥവാ ക്യാപിറ്റൽ ഓർ ഓണേഴ്സ് ഇക്വിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 154. 154ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ബേസിക്കായിട്ടൊരു അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. പല എക്സാംസിനും അത് മാറ്റിയും തിരിച്ചും എല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇക്വേഷൻസ് ആണ്, അക്കൗണ്ടിങ് ഇക്വേഷൻസ്. ബേസിക്കായി നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷൻ്റെ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ലൈബിലിറ്റിയും നമ്മളെടുക്കും, ക്യാപിറ്റലും നമ്മളെടുക്കും. അങ്ങനെയാണ് നമ്മൾ ടോട്ടൽ അസറ്റിനെ പറയുന്നത്. ഈ ബേസിക് ഇക്വേഷൻ പഠിച്ചുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് അസറ്റ് കാണാനാണ് നമ്മൾ പഠിച്ചത്. അതിൽ നിന്ന് നമുക്ക് ലൈബിലിറ്റി കാണാനും ക്യാപിറ്റൽ കാണാനും കഴിയും. കാരണം നമുക്ക് ഇനി അടുത്ത ക്യാപിറ്റലാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലൈബിലിറ്റി. ഇനി അതിൽ നിന്ന് നമ്മൾ ലൈബിലിറ്റി കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കണം, അസറ്റിൽ നിന്നും ക്യാപിറ്റൽ കുറയ്ക്കുമ്പോൾ ലൈബിലിറ്റി കിട്ടും. ആ ഒരു ഫസ്റ്റ് ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് തന്നെ നമുക്ക് അതിലെ ബാക്കി ടേംസ് കണ്ടുപിടിക്കാനും പറ്റും. ഇത് മൂന്നും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, 0 ആണ് കിട്ടുന്നത്. ഒരു ഓർഗനൈസേഷനിൽ അസറ്റിൽ നിന്ന് ലൈബിലിറ്റിയും ക്യാപിറ്റലും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല. സോ ബേസിക് ഇക്വേഷൻ പഠിക്കുക, അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അതിൽ നിന്ന് നമുക്ക് ക്യാപിറ്റലാണ് ഇനി കാണേണ്ടെങ്കിലോ അസറ്റ് മൈനസ് ലൈബിലിറ്റി ആണ് കാണേണ്ടെങ്കിലോ അസറ്റ് മൈനസ് ക്യാപിറ്റൽ. സോ ഇതാണ് ബേസിക് ഇക്വേഷൻ. അറിഞ്ഞിട്ട് ബാക്കി അതിൽ നിന്നും ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 155. ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ആർ ഓഫൺ കാൾഡ് ഡാഷ്. അപ്പം നമ്മൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷനെ നമ്മൾ വേറൊരു തരത്തിൽ പറയുന്നുണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊരു പിക്ചർ ഫോർമാറ്റിൽ നമ്മൾ കാണുന്നത് എവിടെയാണ്, ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം ലൈബിലിറ്റി സൈഡുണ്ട്, അസറ്റ് സൈഡുണ്ട്. ഇത് നമ്മൾ ആ ഒരു ഇക്വേഷൻ തന്നെയാണ് നമ്മളവിടെ ഒരു പിക്ചർ ഫോർമാറ്റിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ അക്കൗണ്ടിങ് ഇക്വേഷൻ ആർ ഓഫൺ കാൾഡ് ഡാഷ് എന്ന് ചോദിച്ചാൽ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നാണ്. കാരണം ബാലൻസ് ഷീറ്റ് എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്, ഓൾ അസറ്റ് ഓൺഡ് ബൈ ദ ബിസിനസ് ആർ എയ്തർ സ്പോൺസേർഡ് യൂസിങ്, ഒരാൾ സ്പോൺസർ ചെയ്യുന്നതാവാം, അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ ലൈബിലിറ്റി ആവാം, അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ ഇക്വിറ്റി ആവാം. ഒരു ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ ഉണ്ടാവും, ഓണേഴ്സിൻ്റെ ഇക്വിറ്റി. അതാണ് നമുക്ക് ആ ബാലൻസ് ഷീറ്റിൽ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 156. വൈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഓഫൺ കാൾഡ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആൻസർ വരുന്നത്. ബിക്കോസ് ഇറ്റ് ഷോസ് ദ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് എമംഗ് ദ കമ്പോണൻസ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് നമ്മൾ എഴുതുന്നത്, നമ്മുടെ ലൈബിലിറ്റി സൈഡും ഉണ്ട്, അസറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെ തന്നെയാണ്,
അസറ്റ്, ലൈബിലിറ്റി പ്ലസ് എന്താണ് ക്യാപിറ്റൽ. ഇത് ഇത്രയും തന്നെയാണ്, ഇക്വേഷൻ തന്നെയാണ് അതിൽ വരുന്നത്. അസറ്റും ലൈബിലിറ്റിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിക്ചറൈസ്ഡ് ഫോർമാറ്റിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് കാണുന്നത്. സോ അപ്പം ഇക്വേഷൻ എന്താണ്, അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഓഫൺ കോൾഡ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് ഷോസ് ദ ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പ് എമംഗ് ദ കമ്പോണൻസ് ഓഫ് വാട്ട് ആർ ദ കമ്പോണൻസ് ഇൻ ബാലൻസ് ഷീറ്റ്, അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. സോ അതിനെ ഒരു ഫണ്ടമെൻ്റൽ റിലേഷൻഷിപ്പിൽ നമുക്ക് പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്നതിനെയാണ്, അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്നും പറയുന്നത്, അക്കൗണ്ടിങ് ഇക്വേഷനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 157. Dash is defined as a formal record of all transactions relating to the changes in a particular item. അപ്പം ഒരു പർട്ടിക്കുലർ ഐറ്റത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഫോർമൽ റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ദ ചേഞ്ചസ് ഇൻ എ പർട്ടിക്കുലർ ഐറ്റം. അതൊക്കെ നമ്മൾ എവിടെയാണ് കാണിക്കുന്നതെന്നാണ്. ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനുണ്ടാവുന്ന ചേഞ്ചസ് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ബേസിക്കലി അക്കൗണ്ട്സിലാണ് കാണിക്കുന്നത്. ആൻ അക്കൗണ്ട്, ആൻസർ വരുന്ന ആൻ അക്കൗണ്ട്. അപ്പോൾ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ദ വേ ഓഫ് റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഓഫ് എന്തൊക്കെ അതിനകത്ത് നമ്മളൊരു അക്കൗണ്ടിൽ വരുന്നത്? എക്സ്പെൻസസ് വരാം, ഇൻകം വരാം, അസറ്റ് വരാം, ലൈബിലിറ്റീസ് വരാം. അപ്പം നോർമലി നമുക്ക് അക്കൗണ്ട്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ് എക്സ്പെൻസ്, ഇൻകം, അസറ്റ്, ലൈബിലിറ്റീസ് ഒക്കെ. ഇതെല്ലാം ഇതിനകത്ത് വരുന്ന ചേഞ്ചസും കാര്യങ്ങളും എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ അക്കൗണ്ട്സിലാണ്. ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് പഠിക്കാനുണ്ട്. ഇപ്പോൾ എല്ലാം നമുക്ക് ഇൻകവും എക്സ്പെൻസും അസറ്റും എല്ലാം നമ്മൾ ഒരേ ഫോർമാറ്റിൽ വരണം എന്നില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഈ അക്കൗണ്ട്സിനെ തന്നെ നമ്മൾ 3 രീതിയിൽ മാറ്റുന്നുണ്ട്. റിയൽ അക്കൗണ്ടായിട്ട് മാറ്റുന്നുണ്ട്, പേഴ്സണൽ അക്കൗണ്ടായിട്ട് മാറ്റുന്നുണ്ട്, നോമിനൽ അക്കൗണ്ടായിട്ട് മാറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത് വരുന്നതിൽ നമുക്ക് പഠിക്കാം. അപ്പം അക്കൗണ്ട്സിലാണ് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ഓഫ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 158. ത്രൂ അക്കൗണ്ട്സ് ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ ബ്രോട്ട് ടുഗദർ അറ്റ് വൺ പ്ലേസ് ഇൻ എ ബുക്ക് ഈസ് കോൾഡ്. അപ്പം ഇവിടെ പറയുന്നത് ഒരേ നേച്ചറിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം റെക്കോർഡ് ചെയ്യുന്നതിനെ എന്താണ് പറയുന്നത്? സിമിലർ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. നമ്മളൊരു ലെഡ്ജറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു സിമിലർ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ഗ്രൂപ്പ് ഈസ് കോൾഡ് ലെഡ്ജർ എന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ലെഡ്ജറാണ്. ലെഡ്ജർ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേണലിലാണ്. ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, ഡേ ബുക്ക് എന്നൊക്കെ പറയുന്നത് ജേണലിനെയാണ്. പക്ഷേ ജേണൽ റെക്കോർഡ് ഉപയോഗിച്ച് നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല, ഇൻഫർമേഷൻ ലഭിക്കില്ല നമുക്ക് ജേണലിൽ നിന്നും. അപ്പോൾ എന്ത് ചെയ്യണം? ആ പോരായ്മ മാറ്റാൻ വേണ്ടി നമ്മൾ സിമിലർ നേച്ചറിലുള്ള അക്കൗണ്ട്സിനെ ഗ്രൂപ്പ് ചെയ്ത് അതാത് ഹെഡിങ്ങിൽ, ഇപ്പോൾ ഒരു സെയിൽസ് നടന്നു, പർച്ചേസ് നടന്നു, ക്യാഷിൻ്റെ കാര്യങ്ങളാണ്, അപ്പം അതിനെല്ലാം സെപ്പറേറ്റ് ബുക്ക് ആക്കുക. പർച്ചേസിന് മാത്രമായിട്ടൊരു ബുക്ക്, സെയിൽസിന് മാത്രമായിട്ട് ബുക്ക്, ക്യാഷിന് മാത്രമായിട്ട് ബുക്ക്. ഇതെല്ലാം സെപ്പറേറ്റ് സിമിലർ നേച്ചറിനെ ഉള്ളത് ഗ്രൂപ്പാക്കി വെക്കുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഓർഗനൈസേഷൻ അങ്ങനെ സെപ്പറേറ്റ് ബുക്കാക്കി വെക്കുമ്പോൾ ഇപ്പോൾ ഒരു പർച്ചേസ് നടത്തി, ഇപ്പം നമ്മൾ ഏത് മാസമാണ് ഒരു പർച്ചേസ് നടത്തിയെന്ന് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ആ പർച്ചേസ് ബുക്ക് മാത്രം നമ്മൾ എടുത്താൽ മതി. ക്യാഷ് ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ട് എന്നറിയാൻ വേണ്ടി നമുക്ക് ജേണലിലാണെങ്കിൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും കൂടെ ഇങ്ങനെ ഫുള്ള് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പാടാണ്. സോ ക്യാഷ് എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ക്യാഷ് ബുക്ക് മാത്രം എടുത്ത് നോക്കിയാൽ മതി, ആ ലെഡ്ജർ മാത്രം എടുത്താൽ മതി. സെയിൽസ് എത്ര നടന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ സെയിൽസ് ബുക്ക് മാത്രം എടുത്താൽ മതി. സോ അതുകൊണ്ട് ലെഡ്ജറാണ് ഒരു സിമിലർ നേച്ചർ, ഒരു ഗ്രൂപ്പ് ഓഫ് നേച്ചറുള്ള ഇതിനെ സെപ്പറേറ്റ് ബുക്കുകളാക്കി വെക്കുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 159. ഹൗ മെനി കാറ്റഗറീസ് ഡസ് ആൻ അക്കൗണ്ട് ഡിവൈഡഡ്? അക്കൗണ്ടിനെ നമുക്ക് എത്ര കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ഓൾ അക്കൗണ്ട്സ് ആർ ഡിവൈഡഡ് ഇൻറ്റു 5 കാറ്റഗറി ഫോർ ദ പർപ്പസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. നമുക്കൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ട പർപ്പസിന് വേണ്ടി 5 കാറ്റഗറി ആയിട്ടാണ് ഒരു അക്കൗണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം അത് അക്കൗണ്ട്സിനെ നമ്മൾ 5 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഹൗ മെനി കാറ്റഗറീസ് ഡസ് ആൻ അക്കൗണ്ട് ഡിവൈഡഡ്? 5 കാറ്റഗറിയാണ്. 5 കാറ്റഗറി എന്താണെന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 160ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ 5 കാറ്റഗറീസ് ഓഫ് അക്കൗണ്ട്സ്? ആദ്യത്തെ നമ്മുടെ ബേസിക് ഇക്വേഷൻ വെച്ച് തന്നെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസസ്, റവന്യൂ.
ഇതിൽ എക്സ്പെൻസസ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോയതാണ്. സോ ലോസസ് എന്ന് പറയുന്നത് റവന്യൂ നമുക്കറിയാം, നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതാണ്. സോ അത് ഗെയിനാണ്, ഇൻകമാണ്, റവന്യൂ ഗെയിൻ ചെയ്യുന്നതാണ്. സോ ഇത്രയും 5 കാറ്റഗറീസ് ആയിട്ടാണ് ഒരു അക്കൗണ്ടിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അസറ്റുകൾ ഉണ്ടാകും, ലൈബിലിറ്റീസ് ഉണ്ടാകും. ഒരു അക്കൗണ്ട്സിലെ അസറ്റുകൾ, ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസസ്, പിന്നെന്താണ് റവന്യൂ. എക്സ്പെൻസസ് ലോസ് എന്നും റവന്യൂവിനെ ഗെയിൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 161. വാട്ട് ആർ ദ 2 ഫണ്ടമെൻ്റൽ റൂൾസ് ഫോർ റെക്കോർഡിംഗ് ചേഞ്ചസ് ഇൻ അക്കൗണ്ട്സ്? അപ്പോൾ റൂൾസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഫണ്ടമെൻ്റൽ റൂൾ ടു റെക്കോർഡ് ചേഞ്ച് ഇൻ അക്കൗണ്ട്സ്, ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഫോർ റെക്കോർഡിംഗ് ചേഞ്ചസ് ഇൻ അസറ്റ് ഓർ എക്സ്പെൻസസ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ വന്നാൽ അത് നമ്മുടെ അസറ്റിനെയോ എക്സ്പെൻസസിനെയോ ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ അസറ്റ് കുറയുന്നു അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടുന്നു, അത് എപ്പോഴും ഒരു എൻറ്റിറ്റിയിലേക്ക്, ഒരു ഓർഗനൈസേഷന് ലോസ് ആണ്. സോ ലോസ്. ഫോർ റെക്കോർഡിംഗ് ചേഞ്ച് ഇൻ ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ, ഇപ്പോൾ ക്യാപിറ്റൽ കൂടുന്നു, ലൈബിലിറ്റി കുറയുന്നു. അപ്പോൾ ആ ഒരു സെൻസിൽ അത് നമുക്ക് എന്താണ്, റവന്യൂ ആണ്. ലൈബിലിറ്റി കുറയുന്നു, ബാധ്യത കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റവന്യൂ ആണ്. ക്യാപിറ്റൽ കൂടുമ്പോഴും നമുക്ക് അവിടെ റവന്യൂ ജനറേറ്റ് ആവുകയാണ്. മുകളിലത്തെ ഒന്നാമത്തേത് പറയുന്നത് എന്താണ്, അസറ്റ് ഓർ എക്സ്പെൻസസ്. അസറ്റ് നമുക്ക് കുറയുന്നു മീൻസ് അത് ലോസ് ആണ്. സോ ഫണ്ടമെൻ്റൽ റൂൾ എന്ന് പറയുന്നത് അതാണ്. അസറ്റ് എക്സ്പെൻസ് ആകുമ്പോൾ അസറ്റ് എക്സ്പെൻസ് ലോസ് ആണ്. ലൈബിലിറ്റി കുറയുമ്പോഴും ക്യാപിറ്റൽ കൂടുമ്പോഴും നമുക്ക് എന്താണ്, ആ ഒരു ചേഞ്ച് നമുക്ക് എവിടെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, റവന്യൂ ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. കുറച്ചുകൂടെ ക്ലാരിറ്റി വരണമെങ്കിൽ നമുക്ക് ആ ഒരു ബേസിക് റൂൾസിന് കുറച്ച് ഇൻക്രീസ് ഡിക്രീസ് കാര്യങ്ങളുണ്ട്. അത് അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 162ാമത്തെ ക്വസ്റ്റ്യൻ, ദ എഫക്റ്റ് ഓഫ് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓൺ വേരിയസ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. നമുക്ക് ആ താഴെ തന്നിരിക്കുന്ന ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഒരു ബിസിനസ്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അസറ്റിനെയും ലൈബിലിറ്റീനെയും ക്യാപിറ്റൽ നമ്മൾ പഠിച്ച ആ ഒരു 5 കാറ്റഗറി ഇല്ലേ, അതിനെ എങ്ങനെ നമ്മുടെ ആ ഒരു കൂടുതലും ഇപ്പോൾ അസറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ലൈബിലിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ ഒരു ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ടേബിളിൽ മെയിനായിട്ട് പറയുന്നത് ഈ മോഡേൺ അപ്രോച്ച് ആദ്യമായിട്ട് കൊണ്ടുവന്നത് അമേരിക്കയിലാണ്. ഇപ്പം നമ്മൾ ഈ മോഡേൺ അപ്രോച്ചിലാണ് ഈ റൂള് വരുന്നത്. അപ്പം പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതല്ല ഇപ്പം ചെയ്യുന്നത്. ഇപ്പം മോഡേൺ അപ്രോച്ചിലാണ് ഈ നമുക്ക് ഫണ്ടമെൻ്റൽ റൂൾസ് വന്നത്. അത് മെയിനായിട്ടും വന്നത് അമേരിക്കയിലെ അക്കൗണ്ടന്റുമാർ ഫോളോ ചെയ്തിരുന്ന കുറച്ച് റൂൾസാണ് നമ്മളും ഫോളോ ചെയ്യുന്നത്. ട്രാൻസാക്ഷൻ എന്തുണ്ട്, എവരി ട്രാൻസാക്ഷൻ ഹാസ് ഡ്യുവൽ ആസ്പെക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും. അപ്പം അവർ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഡെബിറ്റായിട്ടും ക്രെഡിറ്റായിട്ടുമാണ്. അപ്പോൾ അസറ്റ് കൂടിയാൽ അവിടെ എന്ത് ചെയ്യും, ഡെബിറ്റിയോ ക്രെഡിറ്റിയോ, ലൈബിലിറ്റി കുറഞ്ഞ അസറ്റിനെ ലൈബിലിറ്റീനെ ഡെബിറ്റിയോ ക്രെഡിറ്റിയോ. ഇതൊക്കെ നമുക്ക് അമേരിക്കൻ അക്കൗണ്ട്സിലെ മോഡേൺ അപ്രോച്ച് പ്രകാരമാണ് വന്നത്. ഇപ്പോൾ ടേബിൾ നോക്കുമ്പോൾ ടൈപ്പ് ഓഫ് അക്കൗണ്ടിൽ നമുക്ക് 5 കാറ്റഗറി എഴുതിയിട്ടുണ്ട്. അസറ്റ്, ലൈബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസസ്. അപ്പം അത് കഴിഞ്ഞ് അടുത്തതിൽ ഡെബിറ്റ്, ക്രെഡിറ്റ്. അതിനെ എങ്ങനെ ഡെബിറ്റ് ചെയ്യോ ക്രെഡിറ്റ് ചെയ്യോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ, അസറ്റിന് എപ്പോഴും എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അസറ്റ് കുറയുവാണെങ്കിൽ എന്ത് ചെയ്യും, അതിനെ ക്രെഡിറ്റ് ചെയ്യും. ലൈബിലിറ്റി തിരിച്ചാണ്, നമുക്കൊരു ബാധ്യത കുറഞ്ഞു, അപ്പം നമ്മളതിനെ ഡെബിറ്റ് ചെയ്യും. ബാധ്യത കൂടിയാൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യും. അടുത്ത ക്യാപിറ്റൽ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ക്യാപിറ്റൽ കൂടിയാൽ നമ്മളതിൻ്റെ ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പം ഡ്യുവൽ ആസ്പെക്റ്റ് ഉണ്ട് എല്ലാ കാര്യത്തിനും. റവന്യൂ നമ്മൾ നോക്കുമ്പോഴത്തേക്കും റവന്യൂ നമുക്ക് കുറഞ്ഞാൽ, റവന്യൂ ഡിക്രീസ് ആയാൽ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. റവന്യൂ നമുക്ക് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും, നമ്മൾ വാങ്ങിച്ചു വെക്കുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസസ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, എക്സ്പെൻസസ് നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസസ് കുറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് കുറഞ്ഞു, അപ്പോൾ നമ്മൾ കുറയുന്നതെല്ലാം നമ്മുടെ ലാഭമാണ്. സോ ക്രെഡിറ്റ് ചെയ്ത് പോകണം. അപ്പം ആ ഒരു ടേബിൾ ബേസിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ, ആ ഡ്യുവൽ ആസ്പെക്റ്റ് ആണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസറ്റ് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിന് എന്ത് ബാലൻസ് ആണ്, നമുക്ക് അസറ്റ് കൂടെയല്ലേ ചെയ്തത്. അപ്പോൾ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു ഫർണിച്ചർ വാങ്ങിച്ചു, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു കൊടുത്തത് ക്യാഷാണ്, ക്യാഷ് നമുക്ക് കുറഞ്ഞു, സോ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു.
അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് പർച്ചേസ് ചെയ്യ മെഷീനറി അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യ വെഹിക്കിൾ. അപ്പോൾ ഒരു പർച്ചേസ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അസറ്റ് ഓർഗനൈസേഷനിലോട്ട് വരുവാണ്. അപ്പോൾ വരുന്ന സമയത്ത് അതിനെ നമ്മൾ എന്ത് ചെയ്തു? അസറ്റ് കൂടി. മെഷീനറി ഒരു അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? അതിനെ ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് കൊടുക്കും. അപ്പോൾ ജേണൽ എൻട്രി എഴുതേണ്ടത് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ. കയ്യിൽ നമ്മൾ എന്ത് കൊടുത്താൽ വാങ്ങിച്ചത്? പൈസ കൊടുത്താൽ വാങ്ങിച്ചത്. സോ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ആ ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ട് ബാക്കിയുള്ളത് പഠിച്ചാൽ മതി. നമുക്ക് കൂടുന്നോ കുറയുന്നോ, കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണം? അപ്പോൾ അസറ്റ് കൂടി ഡെബിറ്റ് ചെയ്തു, അസറ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുവാണ്. തിരിച്ച് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ എന്താ? അസറ്റ് പോവുകയാണ്. പോകുമ്പോൾ നമ്മൾ അസറ്റിനെ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി എന്ന് എഴുതണം, തിരിച്ചെഴുതണം. അപ്പോൾ അതാണ് ബാക്കിയുള്ള ഈ ഡെബിറ്റ് ക്രെഡിറ്റ് ഫണ്ടമെൻ്റൽ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാജു സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ എടുക്കുമ്പം രാജു 1,00,000 രൂപ മുടക്കി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ അതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ എഴുതുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പം ഇവിടെ നമ്മൾ ആ ടേബിളിൽ നോക്കുമ്പോൾ എങ്ങനെയാണ്? ക്യാപിറ്റൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലോട്ട് ക്യാപിറ്റൽ വന്നു എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തപ്പം ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ജേണൽ എൻട്രി ക്യാഷ് പോയി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷിന് ഡെബിറ്റ് ബാലൻസും ക്യാപിറ്റൽ കൂടിയത് കൊണ്ട് ക്യാപിറ്റൽ ക്രെഡിറ്റ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ ആ ഒരു റൂള് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജേണൽ എൻട്രീസ് എഴുതുമ്പോൾ അവിടെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്, ഈ ഒരു ഫണ്ടമെൻ്റൽ റൂൾസ് പഠിക്കുന്നത് കൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 163. ദ ബുക്ക് ഓഫ് അക്കൗണ്ടിങ് ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഒറിജിനലി ഓർ ഫോർ ദ ഫസ്റ്റ് ടൈം ഫ്രം ദ സോഴ്സ് ഡോക്യുമെൻ്റ് ഈസ് നോൺ ആസ്. അപ്പം നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ആദ്യമായിട്ടൊരു ട്രാൻസാക്ഷൻ നടന്നു, ആദ്യമായിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നതിനെ പറയുന്ന ആ ഒരു സോഴ്സ് ഡോക്യുമെൻറ്റിനെ പറയുന്ന പേരെന്താണെന്നാണ്? ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് പറയുന്നത്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ അവിടെ ഒരു ഓർഗനൈസേഷനിൽ ഫസ്റ്റ് നടക്കുകയാണ്. ഇപ്പോൾ ഒരു പർച്ചേസ് നമ്മൾ ചെയ്തു, അപ്പം നമ്മളത് ആദ്യം റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ പറയുന്ന പേരാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രീസ്. ഇപ്പോൾ നമ്മൾ ബുക്സിൽ പഠിച്ചതിൽ ആദ്യം നമ്മൾ എവിടെ എഴുതുന്നതെന്ന് പറഞ്ഞു? ജേണലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ ജേണൽ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ ഉദാഹരണമായിട്ട് പറയുന്നത് ജേണലാണ് നമ്മൾ 2 ആസ്പെക്റ്റ് തിരിച്ച് ഡെബിറ്റ് ക്രെഡിറ്റ് ഏതൊക്കെയാണെന്ന് തിരിച്ച് നമ്മൾ എഴുതുന്നു. പിന്നെ അതിനുശേഷം അതിനൊരു നറേഷൻ കൊടുക്കുന്നു. അപ്പോൾ അത് ആ ബുക്കിന് പറയുന്ന പേരാണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ജേണൽ ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ദ മെയിൻ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പം ഒറിജിനൽ എൻട്രി നമ്മൾ ഒറിജിനലായിട്ട് ആദ്യം ഫസ്റ്റ് ടൈം എൻട്രി ചെയ്യുന്ന ബുക്കുകൾ ഏതൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ? ജേണൽ. നമ്മൾ പറഞ്ഞു ജേണൽ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ജേണൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. 2 ആസ്പെക്റ്റ് തിരിച്ച് നമ്മൾ എഴുതുന്നതിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. ജേണൽ എഴുതുന്നതിന് നമ്മൾ ജേണലൈസിങ് എന്നാണ് പറയുന്നത്. ജേണലൈസിങ് ജേണൽ ബുക്കിലോട്ട് എഴുതുന്നതിൻ്റെ പ്രോസസ്സിന് വിളിക്കുന്ന പേര് ജേണലൈസിങ്. അടുത്ത 2ാമത്തെ ബുക്ക് ക്യാഷ് ബുക്ക്. എന്ത് ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നാലും നമ്മൾ എൻട്രി ചെയ്യുന്ന ബുക്കിനെയാണ് ക്യാഷ് ബുക്ക്. അവിടെ നമ്മൾ ക്യാഷ് നേച്ചറിലുള്ള പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന നേച്ചറിലുള്ള ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതുള്ളൂ. അടുത്ത പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് നടക്കുമ്പോൾ അത് ക്യാഷ് പർച്ചേസ് ആണ്, നോ ക്രെഡിറ്റ് പർച്ചേസ് അവിടെ എടുക്കില്ല, ക്യാഷ് പർച്ചേസ് മാത്രം. സെയിൽസ് ഡേ ബുക്ക്, അവിടെ അതെ ക്യാഷ് സെയിൽസ് മാത്രം, ക്രെഡിറ്റ് എടുക്കില്ല. പർച്ചേസ് റിട്ടേൺ ബുക്ക് നമ്മൾ പഠിച്ചു. പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സപ്ലയറിൽ നിന്ന് സാധനം വാങ്ങിച്ച് അതിനെന്തെങ്കിലും ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ ഡാമേജോ ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചയക്കുവാണ്. അപ്പോൾ അങ്ങനെ അയക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്. നമ്മൾ പറഞ്ഞു പർച്ചേസ് റിട്ടേൺ ബുക്കിൽ നമ്മൾ എന്തും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്? ഡെബിറ്റ് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്താണ് വെക്കുന്നത്. പർച്ചേസ് റിട്ടേൺ ബുക്ക് ഒരു ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആണ്. അടുത്ത സെയിൽസ് റിട്ടേൺ ബുക്ക്, അതും നമ്മൾ പഠിച്ചു. നമ്മളെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി അതിലെന്തെങ്കിലും ഡാമേജോ ഡിഫക്റ്റോ ഉണ്ട് അത് തിരിച്ചു കൊണ്ടുവരുമ്പം അതിനെയാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക് എന്ന് പറയുന്നത്. അടുത്തത് ബിൽസ് റിസീവബിൾ ഓർ ബിൽസ് പേയബിൾ ബുക്ക്. അത് നമ്മൾ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും അതിനെ ആദ്യം റിസീവബിൾ എന്താണ് പേയബിൾ എന്താണെന്ന് പഠിക്കണം.
ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ അതൊരു കറണ്ട് അസറ്റാണ്. എങ്ങനെ അസറ്റ് ആവുന്നു? അതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരു കസ്റ്റമർക്ക് സാധനം സെയിൽ ചെയ്തു, പക്ഷേ ആ കസ്റ്റമർ എന്ത് ചെയ്ത് പൈസ കൊടുക്കാതെയാണ് സാധനം വാങ്ങിച്ചത്. സോ അത് നമുക്ക് കിട്ടാനുള്ളതാണ്, നമുക്ക് പൈസ എപ്പോഴായാലും തരും. പക്ഷേ അതൊരു കറണ്ട് അസറ്റ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ആ കിട്ടാനുള്ളത് നമുക്ക് ഷോർട്ട് പീരീഡാണ്, നമ്മൾ ഡേറ്റ് ഇട്ടാണ് വെക്കുന്നത്. ചിലപ്പം പറയും 30 ദിവസത്തിനകം നമ്മൾ ഈ പൈസ തരാം. 30 ദിവസം എന്ന് പറയുന്ന ഒരു ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട് തന്നെ പൈസ നമുക്ക് കിട്ടും, 30 ദിവസത്തിനകം കിട്ടും. സോ ഇറ്റ് ഈസ് കാൾഡ് കറണ്ട് അസറ്റ്. അപ്പോൾ ഒരു ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് നേച്ചറിലുള്ള ഒരു ബുക്കാണ്. നമ്മളവിടെ ഷോർട്ട് പീരീഡിലേക്ക് കിട്ടാനുള്ളതല്ല, ഒരു കമ്പനിക്ക് ഒരു കസ്റ്റമർ തരാനുള്ള പൈസയാണ്. സോ അങ്ങനെ വരുന്ന കടത്തിന് സാധനം വിൽക്കുന്നതെല്ലാം നമ്മൾ ബിൽസ് റിസീവബിളിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് എന്താണ്? ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് ഒരു കമ്പനി സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചു, പക്ഷേ എന്ത് ചെയ്തില്ല, കമ്പനി പൈസ കൊടുത്തില്ല സപ്ലയർക്ക്. പിന്നെ തരാമെന്ന് പറഞ്ഞു, ഒരു 30 ദിവസത്തിനകം തരാമെന്ന് പറഞ്ഞു. സോ അതാണ് ബിൽസ് പേയബിൾ. നമ്മൾ കമ്പനി അങ്ങോട്ട് സപ്ലയേഴ്സിന് പൈസ കൊടുക്കാനുള്ളതാണ്, അത് നമ്മളൊരു കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം അവിടെ ഒരു ഇൻവോയ്സ് പോലെയാണ് നമ്മൾ ഈ ബിൽസ് പേയബിളും ബിൽസ് റിസീവബിളും എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 165. The book of original entry in which transactions are recorded in order in which they occurs is called. നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ഓർഡറിൽ നമ്മൾ എഴുതി പോകുന്നതാണ്. ഇപ്പം ഇന്നിപ്പോൾ രാവിലെ 10 മണിക്ക് ഒരു പർച്ചേസ് നടന്നു, 12 മണിക്ക് ഒരു സെയിൽസ് നടന്നു, അങ്ങനെ ഒരു വിഡ്രോവൽ നടന്നു. അപ്പം നമ്മൾ അതെല്ലാം അറ്റ് എ ടൈമിൽ നമ്മൾ ആ ഒരു ഓർഡറിൽ എഴുതി പോകുന്ന ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി നമ്മൾ വിളിക്കുന്ന പേരാണ് ജേണൽ. The book of original entry in which transactions are recorded in order in which they are occurred is called journal. Next question 166. Journal are recorded according to. അപ്പോൾ നമ്മൾ പറഞ്ഞു ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെ ക്രോണോളജിക്കൽ ഓർഡർ എന്നാണ് പറയുന്നത്. കാരണം സ്പോട്ടിൽ സംഭവിക്കുന്ന മറ്റേ ടൈമിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എഴുതി പോവുകയാണ്, അല്ലാതെ ഡേറ്റ് ഇട്ടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഒരു മാസം തുടങ്ങി ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്, 30-ാം തീയതി വരെ ഡേറ്റ് ഇട്ടൊന്നും വെച്ചിട്ടില്ല. ഒരു ദിവസം സംഭവിക്കുന്നത് ആ ഒരു ഓർഡറിൽ, ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതി പോകുന്നതാണ് ജേണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 167. ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ആർ എൻറ്റേർഡ് അണ്ടർ. അപ്പം നമ്മൾ പഠിച്ചു, ഇപ്പം നമ്മളൊരു മോഡേൺ അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്. അത് എന്ത് അപ്രോച്ചാണ്? നമ്മൾ ട്രാൻസാക്ഷൻ ജേണലൈസ് ചെയ്യുമ്പോൾ ഏത് സിസ്റ്റത്തിലാണ് എൻട്രി ചെയ്യുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റമാണ്. നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് ചെയ്യുന്നത്. സോ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസിനെ എൻട്രി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ എ ജേണൽ ഈസ് ടേംഡ് ആസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജേണലൈസിങ്. ജേണൽ ബുക്കിലോട്ട് ഒരു എൻട്രി എഴുതുമ്പോൾ ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ജേണൽ. അപ്പം നമ്മൾ ലെഡ്ജറിലോട്ട് എഴുതുന്നതിനെ എന്ത് പറയും? പോസ്റ്റിംഗ് എന്ന് പറയും. വേറൊരു ക്വസ്റ്റ്യനാണ്, ലെഡ്ജറിനെ നമ്മൾ ബുക്ക് ഓഫ് പ്രിൻസിപ്പൽ എൻട്രി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ജേണലും പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് എൻട്രി എന്നറിയപ്പെടുന്നത് ലെഡ്ജറുമാണ്. അപ്പം ജേണലൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ജേണൽ ബുക്കിലോട്ട് എൻട്രി ചെയ്യുന്നതിനാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 169. ദ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ദ ജേണൽ ഈസ് കാൾഡ് ജേണൽ എൻട്രി. അപ്പോൾ എൻട്രി ചെയ്യുന്ന പ്രോസസ്സിനെ ജേണൽ എൻട്രി, നമ്മൾ ജേണൽ എൻട്രി ഇട്ടാണ്, ഓരോ എൻട്രി ഇട്ടാണ് നമ്മൾ എഴുതി പോകുന്നത്. സോ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ജേണൽ എൻട്രി എന്നാണ്. താങ്ക് യു.